ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ അയണിക് എക്വിലിബ്രിയത്തിൽ ഇതുവരെ ചെയ്തതിൽ ഇന്നലത്തേൽ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ ഇത് അത്യാവശ്യം നിങ്ങളെ കുറച്ച് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, നല്ല രസകരമായിട്ട് ഫ്രെയിം ചെയ്തൊരു ക്വസ്റ്റ്യൻ, എനിക്ക് വളരെയധികം പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇപ്പം ഇന്നലത്തെ സെഷനിലും ഇന്നത്തെ പേപ്പറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ള ഒരു ചോദ്യം വന്നാൽ അത് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. ലാസ്റ്റിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഏതാ ക്വസ്റ്റ്യൻ എന്നുള്ളത് പറയാം. ഈവൻ ദ ChatGPT ഗോട്ട് ഇറ്റ് റോങ്. ChatGPT പോലും അത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമുക്കതൊന്ന് ലാസ്റ്റിൽ നമുക്ക് അനലൈസ് ചെയ്യാം. നോക്കൂ, ദ സോളിബിലിറ്റി ഓഫ് ബേരിയം iodide in an aqueous solution prepared by mixing 200 ml of 0.01 molar barium nitrate with 100 ml of 0.1 molar sodium iodide is x into 10 raised to minus 6 mole per decimeter cube. The value of xs. അപ്പം ബേരിയം അയോഡൈഡിൻ്റെ സോളിബിലിറ്റിയെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. അതിൽ സോഡിയം ഇതിൽ നമുക്ക് ബേരിയം അയോഡൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. സോ ആ ഉണ്ടാക്കുന്നത് മുതൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നോക്കുക, ഇവിടെ ബേരിയം അയോഡൈഡ് എന്ന് പറയുമ്പം ബേരിയം പ്രിപ്പയർഡ് ബൈ മിക്സിങ് ബേരിയം നൈട്രേറ്റ് BaNO3. അപ്പം ബേരിയം നൈട്രേറ്റ് BaNO3 ട്വൈസ് പ്ലസ് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? സോഡിയം അയോഡൈറ്റ് ആയിട്ട്. അപ്പോൾ NaIO3. ഇത് രണ്ടും റിയാക്ട് ചെയ്താൽ നമുക്ക് ബേരിയം അയോഡൈറ്റ് കിട്ടണം. BaIO3 ട്വൈസ് പ്ലസ് NaNO3. ഇത് ബാലൻസ് ചെയ്താൽ നമുക്കിവിടെ 2 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ പ്രസിപ്പിറ്റേറ്റ്, സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട്, SSS. ഓക്കെ, അപ്പോൾ ഇവൻ സോളിഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നു. വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടാണ് പിന്നെയാണ് നമ്മൾ ഇവൻ്റെ സോളിബിലിറ്റിയെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു വിഷയം എന്താ വെച്ചാൽ, നമുക്ക് ഈ സോൾട്ടിൽ ബേരിയം 2+ ഉണ്ട്, അയോഡൈറ്റ് അയോണും ഉണ്ട്. ഈ രണ്ട് പേരിലും ആരും തന്നെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ, ഈ എക്സ്പ്രഷനോട് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. നമുക്ക് KSPയുടെ ഇക്വേഷൻ എഴുതി, അതായത് നേരെ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. അതായത് നോക്കൂ, നിങ്ങൾ ബേരിയം അയോഡൈറ്റ് ഇങ്ങനെ എടുത്തു, അത് ബേരിയം 2+ പ്ലസ് 2IO3 മൈനസ് ഇത് S മോൾസ് പെർ ലിറ്റർ ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഇത് S മോൾസ്, ഇത് 2S മോൾസ്. അപ്പോൾ KSP എന്ന് പറഞ്ഞാൽ 4S ക്യൂബ് എന്ന് വരും. എന്നിട്ട് S കണ്ടുപിടിച്ചാൽ മതി. KSP തന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പല കുട്ടികളും അങ്ങനെ ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷെ ഒട്ടുമിക്ക അഡ്വാൻസ് ക്വാളിഫൈ ചെയ്ത കുട്ടികളാണെങ്കിൽ അവർ എന്താ ചിന്തിക്കുക, ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് വരൂലല്ലോ, എന്തെങ്കിലും ഒരു കണക്ഷൻസോ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കും. അപ്പോൾ ആ ചിന്ത വളരെ നല്ലതാണ്. കാരണം നമുക്കിവിടെ ഇത് ഡയറക്റ്റ്ലി ചെയ്യേണ്ടതല്ല. ഇവിടെ ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ചെറിയൊരു പ്രശ്നം, സിമ്പിളാണത്. അതായത് നിങ്ങൾ നോക്കൂ, ഇവിടെ ബേരിയം നൈട്രേറ്റ് എടുത്തിട്ടുള്ളത് 200 ml ആൻഡ് 0.01 മോളാറാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഒന്ന് നോക്കിയേ, വോളിയം ഇൻറ്റു മൊളാരിറ്റി. വോളിയം ഇൻറ്റു മൊളാരിറ്റി ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എത്ര വരും? 0.01 × 200 എന്ന് പറയുമ്പോൾ 2 millimoles ആണ് ഇവിടെ കിട്ടുക. 2 millimoles. അപ്പോൾ 2 millimoles ഓഫ് ബേരിയം നൈട്രേറ്റ്. ഇനി അടുത്ത് നോക്കിയാൽ സോഡിയം അയോഡൈറ്റിൻ്റെ കേസ് ആണെങ്കിൽ 0.1 മോളാർ ഇൻറ്റു 100 എന്ന് വെച്ചാൽ 10 millimoles. അപ്പോൾ 10 millimoles ആണ് സോഡിയം അയോഡൈറ്റ് ഉള്ളത്. ശ്രദ്ധിക്കണേ, ഇപ്പം ഒരു ബേരിയം നൈട്രേറ്റിന് 2 സോഡിയം അയോഡൈറ്റ് മതി. ഇവിടെ 2 millimole ബേരിയം നൈട്രേറ്റ് ഉണ്ട്, അവിടെ 4 സോഡിയം അയോഡൈറ്റ് മതി, പക്ഷെ 10 ഉണ്ട്. എന്ന് വെച്ചാൽ ഇവൻ എക്സസ് റിയേജൻ്റ് ആണെന്ന് മനസ്സിലായി, ഇവൻ ലിമിറ്റിംഗ് ആണെന്ന് മനസ്സിലായി. റെഡിയല്ലേ? അപ്പോൾ ഇവൻ ലിമിറ്റിംഗ് ആണ്, അപ്പോൾ ഇവൻ കംപ്ലീറ്റ്ലി തീർന്നു പോയി. നമുക്കിവിടെ ബാക്കി 0 ആണ്. ഇവൻ എക്സസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 2 millimole ആണ് ഇവിടെ ബേരിയം നൈട്രേറ്റ് എടുക്കുന്നെങ്കിൽ ഇവിടെ 4 millimole റിയാക്ട് ചെയ്യും. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? 6 millimole ബാക്കി ഉണ്ടാവും. എന്ന് വെച്ചാൽ സോഡിയം അയോഡൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 6 × 10⁻³ ബൈ വോളിയം എത്രയാണ്? വോളിയം എന്ന് പറയുന്നത് 100 ml പ്ലസ് 200 ml ആണ്, അതായത് 300 ml ആണ്. 300 × 1000 മൊളാരിറ്റിയിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 × 10⁻² മോളാറാണ് ആരുടെ കോൺസെൻട്രേഷൻ വരുന്നത്? ബാക്കിയുള്ള NaIO3ൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത്. ശ്രദ്ധിക്കണം, ആ മീഡിയത്തിൽ ബേരിയം അയോഡൈറ്റ് മാത്രമല്ല ഉള്ളത്, ആ സോൾട്ട് മാത്രമല്ല ഉള്ളത്, ആരും ഉണ്ട്? IO3 മൈനസ് അയോൺ കൂടി ഉണ്ട്. അപ്പോൾ ആ അയോൺ, കോമൺ അയൺ ഇഫക്റ്റ് കൂടി നമ്മൾ അവിടെ പരിഗണിക്കണം എന്നർത്ഥം. ഓക്കെ, വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുള്ളി ഫ്രെയിം ചെയ്തൊരു ക്വസ്റ്റ്യൻ.
ഇനി നോക്കുക, ഇനി നമുക്കിതിലേക്ക് വരാം. BaIO3 ട്വൈസ് അതെന്താവും Ba2+ ആയിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ Ba2+ഉം 2IO3 മൈനസ് ആയിട്ട് സ്പെയറിംഗ്ലി സോൾവബിൾ ആണ്. എത്രയാണോ ഡിസോൾവ് ചെയ്യുന്നത് അത്രയും അയണൈസ് ചെയ്യും. കാരണം സോൾട്ടുകളെല്ലാം എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ഇത് S മോൾസ് പെർ ലിറ്റർ ഡിസോൾവ് ആയാൽ ഇത് S മോൾസ് പെർ ലിറ്റർ ഡിസോൾവ് ആവും, ഇത് 2S മോൾസ് പെർ ലിറ്റർ ഡിസോൾവ് ആവും. പക്ഷെ അതിൽ ഓൾറെഡി ആരുണ്ട്, എത്ര മോളാറുണ്ട്? 2 × 10⁻² ഉണ്ട്. ഇവിടെ 2 × 10⁻² കൂടി കൊടുക്കണം. അത് കൊടുത്തിട്ട് നമ്മൾ S കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, KSP എഴുതുമ്പോൾ എന്താ വരിക? S × 2S + 2 × 10⁻² ഹോൾ സ്ക്വയർ ഇങ്ങനെ വരിക അല്ലേ? അപ്പോൾ മക്കൾ നോക്കൂ, ഇതിൽ 2Sനെയും 2 × 10⁻²നെയും കമ്പയർ ചെയ്യുമ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്തൂടെ? ഉറപ്പായിട്ട് നെഗ്ലക്റ്റ് ചെയ്യണം. എവിടെയാണ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദ സോൾട്ട് ഇസ് AB ടൈപ്പ് ആണെങ്കിൽ നമ്മൾ അവിടെ ചെക്ക് ചെയ്യണം. KSP വെച്ചിട്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് കമ്പയറബിൾ അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അവിടെ നെഗ്ലക്ഷൻ എന്ന് പറയുന്ന റൂൾ യൂസ് ചെയ്യാൻ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. AB ടൈപ്പ് സോൾട്ട് ആണെങ്കിൽ മാത്രമേ അവിടെ ചെക്ക് ചെയ്യേണ്ടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് വരുന്ന ഏത് ഹയർ സോൾട്ട് ആണെങ്കിലും ഉറപ്പായിട്ട് നെഗ്ലക്റ്റ് ചെയ്യാം. ഗോട്ട് ഇറ്റ്? അതുകൊണ്ട് എനിക്കിവിടെ 2Sനെ ധൈര്യമായിട്ട് നെഗ്ലക്റ്റ് ചെയ്യാം. ഇവിടെ KSP എത്രയാണ് തന്നിട്ടുള്ളത്? 1.58 × 10⁻⁹ ആണ് അല്ലേ? 10⁻⁹. ദാറ്റ് ഇസ് ഈക്വൽ ടു S × 4 × 10⁻⁴. 10⁻⁴ ഇത് കട്ട് ചെയ്താൽ 10⁻⁵ എന്നാവും. സോ S is equal to 1.58 × 10⁻⁵ divided by 4. So S will be equal to 3.95 × 10⁻⁶. ഇത് ഡിവൈഡ് ചെയ്താൽ 1.58 ഡിവൈഡ് ബൈ 4 ചെയ്താൽ നിങ്ങൾക്ക് 0.395 എന്ന് വരും. സോ അതിനെ ഞാൻ 3.95 × 10⁻⁶ എന്നാക്കി. സോ ഇവിടെ 10⁻⁶ കാണാനാണ് പറഞ്ഞത്. സോ ഇറ്റ് ഇസ് 3.95.